ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ അടിപൊളി അടുത്ത റൈസായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മഷ്റൂം ബിരിയാണിയാണ്. മഷ്റൂം ബിരിയാണി ഈ കന്നഡ സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല സ്മെല്ലാണ്, അതുപോലെ നല്ല കളറാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം എൻ്റെ മോള് പറഞ്ഞു, അമ്മ ഹോട്ടലിൽ പോലും ഞാൻ ഇങ്ങനത്തെ ബിരിയാണി കഴിച്ചിട്ടില്ലയാണ്. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ നല്ലൊരു ബിരിയാണിയാണ് ഇത്. എന്താണെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. അപ്പോൾ മഷ്റൂമൊക്കെ ക്ലീനാക്കി വെച്ചോ കേട്ടോ, റൈസും റെഡിയാക്കി വെച്ചോ. ഞാനിപ്പോൾ ഇതാ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണയും പിന്നെ കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ നമ്മുടെ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. ബിരിയാണി ഇല ചേർത്തിട്ടുണ്ട്, അതുപോലെ നമ്മുടെ പട്ട, ഗ്രാമ്പൂ, പെരുംജീരകം, ഏലക്കായ അത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു സവാള നീളത്തിൽ അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിട്ട് വഴറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് പിന്നെ മല്ലിയില, പുതിനയില ആവശ്യമാണ്. പിന്നെ മഷ്റൂം എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചില്ലേ. അപ്പോൾ മഷ്റൂം ക്ലീൻ ചെയ്യണ വീഡിയോ ഒന്നും ഞാനിതിൽ ചേർത്തിട്ടില്ല. ഇങ്ങനത്തെ മഷ്റൂംസാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ അതിനെ നമ്മൾ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള വഴറ്റിയതിന് ശേഷം നമ്മൾ ഈ മഷ്റൂം പീസസാണ് ഇട്ട് കൊടുത്തത്. ക്ലീൻ ആക്കിയിട്ടുള്ള മഷ്റൂം പീസസ് ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് എണ്ണയിൽ കിടന്നൊന്ന് ഫ്രൈ ആവട്ടെ. പിന്നെ ഇനി നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുക്കാം. അതിലേക്ക് കുറച്ച് ഒരു പിടി മല്ലിയില, അതേ അളവിൽ തന്നെ പുതിനയില ചേർക്കുക. അങ്ങനെയാണെങ്കിൽ കളറിന് അത്ര ഡിഫറൻസ് വരത്തില്ല, നല്ലൊരു കളർ കിട്ടും കേട്ടോ. പിന്നെ എരിവിന് ആവശ്യമായിട്ട് 2-3 പച്ചമുളക്, ഉപ്പ്, അതുപോലെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി അത്രയാണ് നമ്മൾ ചേർത്തിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അങ്ങ് അരച്ചെടുക്കുക. കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് വേണമെങ്കിൽ അരച്ചോളൂ. അപ്പം ഞാൻ നല്ല പേസ്റ്റ് പരുവത്തിൽ അങ്ങ് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മഷ്റൂമൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നപ്പോൾ ഇതങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചേർത്തിട്ട് നമ്മൾ നന്നായി ഇങ്ങനെ വഴറ്റി കൊടുക്കാം. അത് വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ. പിന്നെ നമ്മൾ 2 തക്കാളി എടുത്തിട്ട് ഈ മിക്സിയുടെ ജാറിൽ തന്നെ അങ്ങ് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ ഈ പുതിനയുടെ ഇലയൊക്കെ വഴറ്റിയ പച്ചമുളകൊക്കെ പോയതിന് ശേഷം നമ്മൾ ഈ തക്കാളി അരച്ചതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോഴത്തേക്കും നമുക്ക് അരിയെല്ലാം കഴുകി വൃത്തിയാക്കി വെക്കാം കേട്ടോ. ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. ഞാൻ എടുത്തത് ജീര റൈസാണ് കേട്ടോ. സോണ മസൂരി ഏത് അരിയാണ് ഉള്ളതെങ്കിൽ അത് എടുക്കുക. പിന്നെ ഞാൻ 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഗ്ലാസ് അരിയെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തു. എന്നിട്ട് വെള്ളം ഒന്ന് നന്നായി തിളച്ചൊക്കെ വന്ന സമയത്ത് നമ്മൾ അരി അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വലിയ പരിപാടികളൊക്കെ കഴിഞ്ഞു അല്ലേ. ഇനി കുക്കറിൻ്റെ അടപ്പിട്ടിട്ട് അങ്ങ് വേവിച്ചാൽ മതി. അപ്പോൾ ഒരു വിസിലാണ് ഞാൻ അടിക്കുന്നത്. അപ്പോൾ ഒരു വിസിലടിച്ചു. ഇനിയിപ്പോൾ നമുക്ക് കുക്കറൊക്കെ തുറന്ന് നോക്കാം. പ്രഷറൊക്കെ പോയപ്പോൾ കുക്കർ ഞാൻ തുറന്ന് നോക്കി. നല്ല ഒരു മണമാണ് ഇതിൻ്റെ മെയിനായിട്ട് എനിക്ക് തോന്നിയത്. നല്ല കളറായിട്ടും കിട്ടിയിട്ടുണ്ട്. നമ്മൾ പിന്നെ മുളക് പൊടി അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല. ആ പച്ചമുളകും പുതിന, മല്ലിയില അതൊക്കെയാണ് നമ്മൾ ചേർത്തത്. അപ്പോൾ അതിൻ്റെയൊക്കെ അരച്ച് ചേർത്ത നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ തന്നെ ദേവസ് വന്ന് പറഞ്ഞു, അമ്മ നല്ല മണം വരണ്ടല്ലോ എന്ന്. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ലഞ്ചാക്കി കൊടുത്തത് ഇന്ന് മഷ്റൂം റൈസ് ആയിരുന്നു. അവർ അടിപൊളിയായിട്ടൊക്കെ കഴിച്ചിട്ട് വന്നു കേട്ടോ. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴും പിന്നെ എടുത്ത് കഴിച്ചു. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ഞാനൊരു പനീർ മഷ്റൂം മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ വരും, കാണാത്തവരുണ്ടെങ്കിൽ കാണണം. അതെടുത്തിട്ടുണ്ട്. അത് നല്ല ഒരു ദാബ സ്റ്റൈലിൽ ചെയ്ത ഒരു പനീർ മഷ്റൂം മസാലയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ പപ്പടം എടുത്തിട്ടുണ്ട്, പിന്നെ തൈരുണ്ട്, അതുപോലെ ഒരു മുട്ട പുഴുങ്ങിയതും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ റൈസ് കഴിച്ചത്. എന്താണെങ്കിലും മഷ്റൂം ബിരിയാണി സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ മക്കൾക്കൊക്കെ വെറൈറ്റി ആണല്ലോ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരും ഹാപ്പിയാവും, നമ്മളും ഹാപ്പിയാവും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഈസി ആയിട്ടുള്ള മഷ്റൂം ബിരിയാണി ഉണ്ടാക്കി നോക്കിക്കോ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.